ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, ഹരീഷാണ്. എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. സെപ്റ്റംബർ മാസ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. കുറച്ച് വൈകിപ്പോയി. ഞാൻ യൂഷ്വലി ഒരു 20-ാം തീയതി അല്ലെങ്കിൽ 25-നകം ആണ് അപ്ലോഡ് ചെയ്യാറ്. ഇപ്രാവശ്യം കുറച്ച് വൈകിപ്പോയി. യാത്രകളും അതേപോലെ തന്നെ ജോലി തിരക്കും ഉണ്ടായിരുന്നു. ചിങ്ങമാസം വരുന്നതിന് ശേഷം ശബരിമല ശാസ്താവിനെ അയ്യപ്പനെ ദർശനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ സർവൈശ്വര്യങ്ങളും നേരണമെന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ ഗ്രഹങ്ങളുടെ ഗോചാരം അനുസരിച്ചാണ് അല്ലെങ്കിൽ രാശി മാറ്റം അനുസരിച്ചിട്ടാണ് ഈ ഫലങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഇത് ഒരു 10 മുതൽ 20% വരെ മാത്രമേ ഫലങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ രാശിയിലും വരുന്നുള്ളൂ. അത് ജനറലിസ്റ്റ് ഒക്കെ ആയിട്ട് പറയുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ജനന ജാതകം മുന്നിൽ വെച്ചിട്ട് അതും കൂടെ അനലൈസ് ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഫലങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ. അങ്ങനെ ഇരുന്നാലും ഈ ഫലങ്ങൾ അറിയാൻ നമ്മുടെ കൂറ് നോക്കണോ, അല്ലെങ്കിൽ രാശി കൂറ് നോക്കണോ, ലഗ്നം നോക്കണോ എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. രാശി എന്താണ്, ലഗ്നം എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതും പലരും ചോദിക്കുന്നുണ്ട്. അപ്പോ എന്റെ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ജനന ജാതകം കയ്യിലെടുത്ത് വെക്കുക. അതിൽ നിങ്ങളുടെ ജനജാതകം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. ആസ്ട്രോസേജ്, ആസ്ട്രോടോക്ക്, അങ്ങനെ പലതരം വെബ്സൈറ്റുകളുണ്ട്. അതിൽ നിങ്ങളുടെ ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജനന ജാതകം ലഭിക്കുന്നതാണ്. ആ ജനന ജാതകത്തിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ജനന ജാതകത്തിൽ നിങ്ങൾ ച എന്ന് എഴുതിയിട്ടുള്ളത് എവിടെയാണെന്ന് നോക്കുക. ച എന്നുള്ളത് ചന്ദ്രൻ എന്നാണ്. അത് എവിടെയാണെന്ന് നോക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ MO, മൂന്ന് MO എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് എവിടെയാണെന്ന് നോക്കുക. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂറ് ലഭിക്കും. ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലമാണ് നിങ്ങളുടെ കൂറ്. അതേപോലെ തന്നെ ല, മലയാളത്തിലാണെങ്കിൽ ല എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇംഗ്ലീഷിലാണെങ്കിൽ LA അല്ലെങ്കിൽ ASC, അസെൻഡന്റ്, അതിന്റെ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ലഗ്നം. അപ്പൊ നിങ്ങളുടെ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ കൂറ് അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. കൂറ് അനുസരിച്ചുള്ള ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ലഗ്നം അനുസരിച്ചുള്ള ഫലങ്ങൾ നോക്കുക. ഇത് രണ്ടും ഒന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നിങ്ങളുടെ കൃത്യമായ സെപ്റ്റംബർ മാസ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വൃശ്ചിക കൂറാണ്, നിങ്ങൾ വിശാഖം അവസാനത്തെ പാദത്തിലോ അനിഴത്തിലോ തൃക്കേട്ടയിലോ ആണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൃശ്ചിക കൂറിലായിരിക്കും ജനിക്കുക. അപ്പൊ വൃശ്ചിക കൂറിന്റെ ഫലങ്ങൾ ആദ്യം നോക്കിയിട്ട്, നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ചിങ്ങ ലഗ്നമാണ്, അപ്പൊ ചിങ്ങ ലഗ്നത്തിന്റെ ഫലങ്ങളൂടെ നോക്കിയിട്ട് രണ്ടിന്റെയും സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങളുടെ സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കൃത്യമായ മാർഗരേഖ ലഭിക്കുന്നതാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഈ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഒരുപാട് സമയം, റിസർച്ച്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് ഇതിൽ ആവശ്യമാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമന്റും ലൈക്കും എനിക്ക് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ കമന്റ് മൂലം എന്നോട് ചോദിക്കുക. അപ്പോ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ യൂട്യൂബ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പൊ എന്റെ ഫലങ്ങൾ, എന്റെ പരിശ്രമങ്ങൾ ഫലം കാണണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ഓരോ കൂറ് അല്ലെങ്കിൽ രാശി അല്ലെങ്കിൽ ലഗ്നത്തിന്റെ എങ്ങനെയാണെന്ന് നോക്കാം. മേടം മുതൽ മീനം വരെ നമുക്ക് നോക്കാം. മേടക്കൂറ് അല്ലെങ്കിൽ മേടം ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. മേടത്തിൽ അശ്വതി എല്ലാ പാദങ്ങളും, അതേപോലെ തന്നെ ഭരണി എല്ലാ പാദങ്ങളും, കാർത്തിക 1-ാം പാദം, ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. മേടക്കൂറുകാർക്ക് അല്ലെങ്കിൽ മേട ലഗ്നക്കാർക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മാർച്ച് 29-ാം തീയതി മുതൽ, അതായത് 2020 ഇപ്പൊ കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി മുതൽ നിങ്ങൾക്ക് കുറച്ച് കഷ്ടതകൾ, ചലഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ 7ര ശനി തുടങ്ങിയത് കൊണ്ടാണ്. അപ്പോ ഇനി 7.5 വർഷം നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചിങ് തന്നെയായിരിക്കും. അത് ആദ്യം മനസ്സിൽ വെക്കുക. അപ്പോ ഈ ചലഞ്ചിങ് ആയ സമയത്ത് ബാക്കിയുള്ള ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ കർമ്മരംഗത്ത് കുറച്ച് മന്ദത വന്നിട്ടുണ്ടാവും, കുറച്ച് ചലഞ്ചസ് വന്നിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ചലഞ്ചസ് വന്നിട്ടുണ്ടാവും, അലസത കൂടിയിട്ടുണ്ടാവാം. ഇതുപോലെയുള്ള പല ചലഞ്ചസും നിങ്ങൾക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് ഇപ്പോ ശനി നിങ്ങളുടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടാണ്. 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി ഒരു 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ശനി നിങ്ങളുടെ
സ്വന്തം ഭാവത്തിൽ, അതായത് മേടത്തിൽ തന്നെ വരും. അപ്പോ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കുറച്ച് ഈസ് ഔട്ട് ആവും ശനി രണ്ടാം ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ അതായത് ഇടവം രാശിയിലേക്ക് പോകുമ്പോൾ കുറച്ച് ഈസ് ഔട്ട് ആവുന്നതാണ്. അപ്പൊ ഇത് അതായത് നിങ്ങൾക്ക് ഇപ്പോ ഒരു പ്രശ്നം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് ആയ സമയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഗ്രഹങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് സപ്പോർട്ടാണോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ മേടത്തിന്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ ഈ മാസം പകുതിയോടെ നിങ്ങളുടെ 6ാം ഭാവത്തിലും പകുതിക്ക് ശേഷം 7ാം ഭാവത്തിലേക്കും വരുന്നതാണ്. 6ാം ഭാവം കന്നിയാണ്. കന്നിയിൽ ശനിയുടെ ദൃഷ്ടി വാങ്ങിയാണ് ചൊവ്വ നിൽക്കുന്നത്. അത് വളരെയധികം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ല. ചൊവ്വ മറഞ്ഞു, അതേപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുകയാണ്. അത് അത്രയും നല്ലത് കൊണ്ടുവരണം എന്നില്ല. പക്ഷേ 7ാം ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആണ് 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനേക്കാൾ. പക്ഷേ ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ജീവിത പങ്കാളി, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയുമായിട്ടോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കുക. സ്വരച്ചേർച്ചകൾ, കശപിശകൾ, ഇതൊക്കെ നിങ്ങൾ കുറച്ച് വഴക്കുകളൊന്നും ഉണ്ടാവാതെ സുഗമമായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴൻ നോക്കിക്കഴിഞ്ഞാൽ 3ാമത്തെ ഭാവത്തിൽ മറഞ്ഞിരിക്കുകയാണ്, മിഥുനത്തിൽ. അത് വ്യാഴൻ അടുത്ത വർഷം ജൂൺ 1-ാം തീയതി വരെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ വ്യാഴൻ മറയുന്നത് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. വ്യാഴൻ നിങ്ങൾക്ക് പ്രതികൂലമായി ഒന്നും കൊണ്ടുവരില്ല എന്നുണ്ടെങ്കിലും അനുകൂലങ്ങൾ ഒന്നും തരുന്നുമില്ല. അപ്പൊ 3ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുന്നത് അത്രയധികം നല്ലതാണെന്ന് വെക്കാൻ കഴിയില്ല. ശുക്രൻ നിങ്ങളുടെ 4ാം ഭാവത്തിലാണ് ഈ മാസത്തിന്റെ പകുതി വരെ. പകുതിക്ക് ശേഷം 5ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈ മാസത്തിന്റെ പകുതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ വീട് അല്ലെങ്കിൽ പുതിയ വാഹനം ഇവയൊക്കെ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മോടി പിടിപ്പിക്കാൻ, റെനോവേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്, പുതിയൊരു ഫ്ലാറ്റിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഈ സമയം അതിന്റെ ഡീഡ് ചെയ്യുകയോ അതിന്റെ അഡ്വാൻസ് കൊടുക്കുകയോ പുതിയത് കണ്ടെത്തുകയോ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വാഹനം മേടിക്കാനുള്ള പ്രാരംഭ നടപടികൾ ചെയ്യാനുള്ളത് നല്ല സമയമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവാണ്. ശുക്രൻ 5ാം ഭാവത്തിലേക്ക് ഈ മാസത്തിന്റെ പകുതിയോടെ വന്നു കഴിഞ്ഞാലും അത്ര ദോഷകരമാണെന്ന് പറയാൻ സാധിക്കില്ല. അത് നല്ലത് തന്നെയാണ്. പൂർവ്വപുണ്യത്തിലേക്ക് വരികയാണ്. ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേതുവിന്റെ കൂടെ നിൽക്കുകയാണ് ശുക്രൻ എന്നുള്ളത്. അപ്പൊ കുറച്ച് മനോവിഷമതകൾ, കുറച്ച് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് വരുന്നതാണ്. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സൂര്യൻ നിങ്ങളുടെ 5ാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്, പൂർവ്വ പുണ്യത്തിൽ. ഈ മാസം പകുതിയോടെ 6ാം ഭാവത്തിലേക്ക് പോവുകയാണ്. 5ാം ഭാവത്തിൽ നിങ്ങളുടെ കേതുവിനൂടെ നിന്നാലും 6ാം ഭാവത്തിൽ വരുമ്പോൾ ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് കർമ്മരംഗത്ത് കുറച്ച് അലസത വരാനും കുറച്ച് ചലഞ്ചസ് വരാനുള്ള സാധ്യതകൾ വളരെ അധികം കൂടുതലാണ്. നിങ്ങൾ കർമ്മരംഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്ത്, ജോലി സ്ഥലത്ത് നിങ്ങൾ കുറച്ച് ലൈ ലോ എന്ന് പറയുന്നത് പോലെ അധികം വഴക്കുകളൊന്നും പോവാതെ, അധികം പ്രശ്നങ്ങളിലേക്കൊന്നും ഇടപെടാതെ നിങ്ങളുടെ കാര്യം നോക്കി ജോലി ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾക്കും ഇതുപോലെ പറഞ്ഞതുപോലെ 5ൽ നിന്ന് ബുധൻ ഈ മാസം പകുതിയോടെ 6ലേക്ക് മാറും. അപ്പോൾ അലസത കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞാൻ ചെയ്തതിലൊന്നും എനിക്ക് ഫലം വരുന്നില്ലല്ലോ, മാർക്സ് വരുന്നില്ലല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചിന്ത വരാവുന്നതാണ്. അത് നിങ്ങൾ മറികടന്ന് കൂടുതൽ ഫോക്കസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 11ാം ഭാവത്തിൽ രാഹു നിൽക്കുകയാണ്. അത് കാരണം കുറച്ച് ലാഭം നിങ്ങൾക്ക് വരുന്നതാണ്. കർമ്മസ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ലാഭങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചലഞ്ചസ് ഉള്ള മാസം തന്നെയാണ് മേടം രാശിക്കാർക്ക് ഈ മാസം. 7ര ശനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വ്യാഴൻ മറഞ്ഞു നിൽക്കുകയാണ്. ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു 60-70% പ്രതികൂലം തന്നെയാണ്. പക്ഷേ 30-40% നിങ്ങൾക്ക് നല്ലതാണ്. വീട് വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. കർമ്മരംഗത്തും വിദ്യാരംഗത്തും നിങ്ങൾ കൂടുതൽ എഫേർട്സ് ഇടണം. അതിന്റെ ഫലം നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ എഫേർട്സ് ഇടാൻ മറക്കരുത്. ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സമയം സുഗമമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇടവം രാശി, ഇടവക്കൂറ് അല്ലെങ്കിൽ ഇടവം ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നോക്കാം. ഇടവക്കൂർ എടുത്തു കഴിഞ്ഞാൽ 3 നക്ഷത്രങ്ങൾ, കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി എല്ലാ പാദങ്ങളും, മകയിരം 1, 2 പാദങ്ങൾ. ഇവയാണ് ഇടവക്കൂറിൽ വരുന്നത്. ഇടവക്കൂറിന്റെ രാശിനാഥൻ ശുക്രനാണ്. ശുക്രൻ ഈ മാസം പകുതി വരെ നിങ്ങളുടെ 3ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുകയാണ്.
പകുതിക്ക് ശേഷം 4-ാം ഭാവത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ മൂന്നാം ഭാവത്തിൽ മറഞ്ഞിരിക്കുന്നത് നല്ലതാണോ? അത്ര നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം അല്ലെങ്കിൽ ഭാഗ്യം, അതേപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലുള്ള പരിപൂർണമായ വിശ്വാസം, ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പകുതിക്ക് ശേഷം വളരെയധികം നല്ലതാണ്. 4-ാം ഭാവത്തിലേക്ക് വരികയാണ്. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പുതിയ വീട്, പുതിയ വാഹനങ്ങൾ ഇവ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഈ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. വ്യാഴൻ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥലത്താണ് നിൽക്കുന്നത്, 2-ാം ഭാവത്തിൽ. ധനം, കുടുംബം, വാക്ക് സ്ഥാനത്ത് വ്യാഴൻ നിൽക്കുന്നത് പരിപൂർണമായ സംതൃപ്തിയും ലാഭവും ധനവരവും വീടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുന്നതിനും സർവൈശ്വര്യങ്ങൾക്കും അതുപോലെ സന്തോഷത്തിനും വഴി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ ഒരു ഇൻക്രിമെന്റോ ഈ സമയത്ത് വരാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കല്യാണം, കുട്ടികളുടെ ജനനം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഈ സമയത്ത്. ഭാര്യ ഭർത്താക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മ തുടങ്ങിയവരായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്വരച്ചേർച്ചകൾ തീർന്ന് എല്ലാവരും സുഗമമായി സന്തോഷമായി പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഈ സ്റ്റേറ്റ് നിങ്ങൾക്ക് അടുത്ത ജൂൺ 1-ാം തീയതി വരെ, 2026 ജൂൺ 1-ാം തീയതി വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. വ്യാഴം നിങ്ങളുടെ 2-ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നത്. സൂര്യനും ബുധനും നിങ്ങളുടെ 4-ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സെപ്റ്റംബർ പകുതിയോടെ നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് മാറുന്നതാണ്. സൂര്യൻ കേതുവിന്റെ കൂടെ ആണ് ജോയിൻ ചെയ്ത് നിന്നിരുന്നത്. അത് കുറച്ച് മനോവിഷമതകൾ, കർമ്മരംഗത്ത് നിങ്ങൾക്ക് കുറച്ച് മനോവിഷമതകൾ, ഓവർ തിങ്കിങ് വരാവുന്നതാണ്. അത് നിങ്ങൾ ഒന്ന് കൈകാര്യം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കാവുന്നതാണ്. 5-ലേക്ക് മാറുകയാണ് പകുതിക്ക് ശേഷം സൂര്യൻ 17-ാം തീയതി. അത് ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുന്നതിനാൽ കുറച്ച് കർമ്മരംഗത്ത് നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുവരും. പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളാവണമെന്നില്ല. ടീമുമായിട്ടുള്ള ചെറിയ ചെറിയ കശപിശകൾ അല്ലെങ്കിൽ സ്വരച്ചേർച്ചകൾ, ബോസ് നിങ്ങളെ വിശ്വസിക്കാതിരിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് അലസത കൂടാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ആയിട്ട് നിങ്ങളുടെ ജോലി ചെയ്യുക, അധികം പ്രശ്നങ്ങളിലൊന്നും തലയിടാതിരിക്കുക, ഇതൊക്കെ നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. വിദ്യാർത്ഥികൾക്കും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് പഠിക്കുന്ന രീതിക്ക് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഒരു പരാതി ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് കൃത്യമായ സഹകരണം ലഭിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഈ പകുതിയോടെ മാറും. പക്ഷേ നിങ്ങൾക്ക് അലസത വരാനുള്ള സാധ്യതകളുണ്ട്. അലസത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് നല്ലത് മാത്രമേ വരികയുള്ളൂ. ചൊവ്വ 5-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്ക് ഈ മാസം പകുതിയോടെ മാറും. ആ പകുതിക്ക് ശേഷം നിങ്ങളുടെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായി മാറ്റി അവരെ നിങ്ങൾക്ക് അകറ്റി നിർത്താൻ സാധിക്കും. ചെറിയ ചെറിയ രോഗോപദ്രവങ്ങൾ നിങ്ങൾക്ക് വരാവുന്നതാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ചൂട് കാരണമുള്ള സാധ്യതകൾ, അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ മാസം നിങ്ങൾക്ക് വരാനുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടവം രാശിക്ക് ഈ മാസം വളരെയധികം നല്ലതാണ്. വ്യാഴം 2-ൽ നിൽക്കുന്നതും ശുക്രൻ 4-ാം ഭാവത്തിലേക്ക് ഈ മാസം പകുതിയോടെ വരുന്നതും സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് മാറുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ചില പ്രശ്നങ്ങൾ ചെറുതായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് കർമ്മരംഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിദ്യ നേടുന്ന സ്ഥലത്ത്. അതുകൊണ്ട് ഒരു 70% അനുകൂലം തന്നെയാണ്. 30% നിങ്ങൾക്ക് ചെറിയ ചലഞ്ചസ് വന്നാലും അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിഥുനക്കൂറ് അല്ലെങ്കിൽ മിഥുന ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നോക്കാം. മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര എല്ലാ പാദങ്ങളും, പുണർദം 1, 2, 3 പാദങ്ങൾ, ഈ 3 നക്ഷത്രങ്ങളാണ് വരുന്നത്. സെപ്റ്റംബർ മാസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രാശിനാഥനായ ബുധൻ, ദിനത്തിന്റെ രാശിനാഥൻ ബുധനാണ്. ബുധൻ നിങ്ങളുടെ 3-ാം ഭാവത്തിൽ ഈ മാസത്തിന്റെ പകുതി വരെ മറഞ്ഞിരിക്കുകയാണ്. കേതുവിന്റെ കൂടെ നിൽക്കുകയാണ്. ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം ബുധൻ നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് വരും. ശനിയുടെ ദൃഷ്ടിയുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം ബുധൻ മാറുന്നത് നല്ലത് തന്നെയാണ്. ഈ മാസത്തിന്റെ പകുതി വരെ കുറച്ച് മനോവിഷമതകൾ,
കുറച്ച് ടെൻഷൻ, ഉറക്കമില്ലായ്മ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കർമ്മരംഗത്ത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓവർ തിങ്കിങ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഈ മാസം പകുതിയോടെ കുറച്ച് ഈസ് ഔട്ട് ആവുന്നതാണ്. വ്യാഴൻ നിങ്ങളുടെ സ്വന്തം രാശി തന്നെയാണ് നിൽക്കുന്നത്, മിഥുനത്തിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, അതായത് വ്യാഴൻ ജന്മത്തിൽ വന്നപ്പോഴാണ് രാമന് വനവാസത്തിന് പോകേണ്ടി വന്നത്. അങ്ങനെ ഒരു അഭിപ്രായം. അപ്പോ നിങ്ങൾക്ക് വനവാസത്തിന് പോകേണ്ടതായി വരുമോ എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്കുള്ളത്. അങ്ങനെയല്ല അത് നോക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് അലച്ചിൽ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അലച്ചിലുകൾ കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഈ മാസം പകുതിയോടെ തന്നെ നിങ്ങൾക്ക് ഈ അലച്ചിൽ കൂടിയിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത മാസം ജൂൺ 1 തീയതി വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ അലച്ചില് നല്ലതിന് വേണ്ടിയിട്ടുള്ള അലച്ചിലാണ്. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മകളുടെയോ നിങ്ങളുടെ സഹോദരിയുടെയോ കല്യാണമാണെന്ന് വെക്കുക. അപ്പോ നിങ്ങൾക്ക് അലച്ചിലുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ അലഞ്ഞേ സാധിക്കുള്ളൂ. പക്ഷെ അത് നല്ലതിന് വേണ്ടിയുള്ള അലച്ചിലല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്തിനായിട്ട് ട്രാവൽ ഉണ്ടെങ്കിൽ കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ കൂടുതലായിരിക്കും. അത് അലച്ചിലാണ്. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അപ്പോ ആ അലച്ചിലെ നിങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല. നന്മ മാത്രമേ വരികയുള്ളൂ വ്യാഴനിൽ നിന്ന്. ശുക്രൻ ഭാഗ്യാധിപനാണ്. അത് നിങ്ങൾക്ക് ഈ മാസം പകുതി വരെ നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. ധനം, കുടുംബം, വാക്ക് സ്ഥാനത്തിലാണ്. പകുതിക്ക് ശേഷം 3ാം ഭാവത്തിൽ ശുക്രൻ മറയുന്നുണ്ട്, കേതുവിന്റെ കൂടെ ചേർന്നിട്ട്. അപ്പോ ഈ മാസം പകുതി വരെ വളരെയധികം അനുകൂലമാണ്. ധനവരവ്, അതുപോലെ തന്നെ ലാഭം, ഭാഗ്യം, കുടുംബത്തിൽ സന്തോഷം, എല്ലാവരും നിങ്ങളുടെ വാക്ക് ശ്രദ്ധിക്കുന്നത്, എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഇതൊക്കെയുണ്ട്. അത് ഈ മാസം പകുതി ശേഷം കുറച്ച് മനോവിഷമതകൾ കൊണ്ടുവരാം. കേതുവിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് വന്നിട്ട് ഈ മാസം പകുതിക്ക് ശേഷം ഞാൻ ചെയ്യുന്നതിന് എന്റെ ലാഭം വരുന്നുണ്ടോ, അതേപോലെ തന്നെ എന്റെ ധനം മതിയാകുമോ, കുട്ടിക്ക് ഒരു കോളേജിൽ ചേരാനുണ്ട്, അത് കാരണം ഇത് കൃത്യമായി ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള മനോവിഷമതകൾ, ഓവർ തിങ്കിങ് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കർമ്മരംഗത്ത് വരികയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു, കർമ്മരംഗത്ത് നിങ്ങൾക്ക് കുറച്ച് കഷ്ടതകൾ അല്ലെങ്കിൽ ചലഞ്ചസ് ഈ മാസം പകുതി വരെ വരാനുള്ള സാധ്യതകളുണ്ട്. ടീംമേറ്റ്സ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിൽ നിന്ന് ആനുകൂല്യം ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇതുപോലുള്ള കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഈ മാസം പകുതി വരെയുണ്ട്. പകുതിക്ക് ശേഷം കുറച്ച് ബെറ്റർ ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നിങ്ങളുടെ പൂർവ്വപുണ്യമായ 5ാം ഭാവത്തിലേക്ക് സൂര്യൻ 17ാം തീയതി മാറും. അത് നിങ്ങൾക്ക് കുറച്ച് നല്ലത് മാത്രമേ കൊണ്ടുവരുള്ളൂ. ശനിയുടെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാലും ഇപ്പോ 3ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് 4ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടുവരുള്ളൂ. ബുധനും ഈ പറഞ്ഞതുപോലെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് ഈ മാസം പകുതിയോടെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ്. കുറച്ച് ബെറ്റർ ആവുന്നതാണ്. മാറി കിട്ടുമെന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ ആവുന്നതാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ആധികാരികം. രാഹു നിങ്ങളുടെ 9ാം ഭാവത്തിൽ നിൽക്കുകയാണ്, കുംഭം രാശിയിൽ. അത് നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഗെയിംസ്, അതായത് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്തിടത്ത് നിന്ന് ഒരു ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻക്രിമെന്റ് വരിക, കുട്ടികളുടെ സ്കൂളിൽ പെട്ടെന്ന് നല്ല മാർക്ക് വരിക, ഞാൻ കുറച്ച് പഠിച്ചിരുന്നാലും പെട്ടെന്ന് നല്ല മാർക്ക് വരിക, ഇതുപോലുള്ള പെട്ടെന്നുള്ള ഗെയിംസ് നിങ്ങൾക്ക് 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടവം രാശിക്ക് ഒരു 60 മുതൽ 70% വരെ അനുകൂലം തന്നെയാണ്. വ്യാഴന്റെയും ശുക്രന്റെയും അതേപോലെ തന്നെ ബുധൻ, സൂര്യൻ എന്നിവ ഈ മാസം പകുതി ശേഷം നിൽക്കുന്നതിന്റെ ഭാവങ്ങൾ നല്ലത് തന്നെയാണ്. ഈ സമയം നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് ഈ മാസം നിങ്ങൾക്ക് ഏതുവായിരിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിൽ കരുതുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കർക്കിടക ലഗ്നക്കാർ സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നോക്കാം. കർക്കിടക കൂറിൽ നോക്കിക്കഴിഞ്ഞാൽ പുണർദത്തിന്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളുടെ എല്ലാ പാദങ്ങളും കർക്കിടക കൂറിൽ തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ രാശിനാഥൻ ചന്ദ്രനാണ്. അതായത് കർക്കിടക കൂറിന്റെ രാശിനാഥൻ ചന്ദ്രനാണ്. ചന്ദ്രൻ എല്ലാവർക്കും അറിയുന്നത് പോലെ ഓരോ ദിവസം ഓരോ നക്ഷത്രങ്ങളിൽ നിന്ന് മാറി മാറി പോവുകയാണ്.
അതായത് 2.5 ദിവസം കൊണ്ട് ഒരു രാശി മാറുന്നതാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ മനോനില അങ്ങനെ തന്നെ കുറച്ച് മാറി മാറി വരാനുള്ള സാധ്യതകളുണ്ട്. ഓരോ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാലുള്ള വിധികളും അർദ്ധാഷ്ടമത്തിൽ നിന്നുള്ള വിധികളും ഒക്കെ മാറും. പക്ഷേ നിങ്ങൾക്ക് അത് ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ശുക്രൻ നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുകയാണ്, 1-ാം ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് ഈ മാസത്തിന്റെ പകുതി വരെ. അതിനുശേഷം നിങ്ങളുടെ ചിങ്ങക്കൂറായ 2-ാം ഭാവത്തിലേക്ക് നിങ്ങളത് ശുക്രൻ മാറുന്നതാണ്. അത് കാരണം ധനവരവ്, ലാഭം, കുടുംബത്തിൽ സന്തോഷം എന്നിവ ഈ മാസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലാഭകാരകനായ ഭാഗ്യകാരകനായ ശുക്രൻ നിങ്ങളുടെ രാശിയിലും 2-ാം ഭാവത്തിലും നിൽക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ് വ്യാഴൻ അല്ലെങ്കിൽ ഗുരു നിൽക്കുന്നത് അടുത്ത ജൂൺ 1-ാം തീയതി വരെ. വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ വരുന്നത്. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. വിദേശത്തുള്ള ജോലിക്ക് ശ്രമിക്കാനും വളരെയധികം നല്ല സമയമാണ് ഇത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരേ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ചെലവുകൾ കൂടാനുള്ള സാധ്യതകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കയ്യിലുള്ള വരുമാനവും കയ്യിലുള്ള ചെലവും ഒരുപോലെ ആയിരിക്കും. നിങ്ങളുടെ ചെലവുകൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെലവുകൾ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായിട്ട് മാറ്റാവുന്നതാണ്. അതായത് നല്ല കാര്യങ്ങൾക്കായിട്ട് മാറ്റാവുന്നതാണ്. ഒരു കല്യാണത്തിന് ചെലവഴിക്കുക, അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുക, അല്ലെങ്കിൽ കുട്ടികളുടെ പഠിപ്പിനായിട്ട് ചെലവഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്കായിട്ട് ഈ ചെലവുകൾ നിങ്ങൾ വഴിതിരിച്ചു വിടുക. ഇതുപോലെയുള്ള ചെലവുകൾ നിങ്ങൾ ആശുപത്രികൾ കൊണ്ടു കൊടുക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. അപ്പോൾ നിങ്ങളുടെ ചെലവുകൾ നല്ലതാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശുഭമായിട്ടേ വരികയുള്ളൂ. ഈ മാസത്തിന്റെ പകുതി വരെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനും അതുപോലെ തന്നെ ബുധനും നിങ്ങളുടെ 2-ാം ഭാവത്തിലായിരിക്കും. രണ്ടുപേരും ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം 3-ാം ഭാവത്തിലേക്ക് മാറുന്നതാണ്. 2-ാം ഭാവത്തിൽ സൂര്യൻ കേതുവിന്റെ കൂടെ ആയിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ കുടുംബത്തെ ചൊല്ലിയുള്ള ചെറിയ ചെറിയ ഓവർ തിങ്കിങ്, അതായത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവും. കുടുംബത്തിൽ ഈ ചെയ്യുന്നത് നല്ലതാണോ, ആ നന്മ എങ്ങനെ കൊണ്ടുവരും, ആ ക്യാഷ് ഫ്ലോ എങ്ങനെ ശരിയാക്കും, അതേപോലെ തന്നെ എന്റെ ജോലി സ്ഥലത്ത് എനിക്ക് നല്ലത് വരുന്നുണ്ടോ, എന്റെ ബോസ് എനിക്ക് നല്ലത് വിചാരിക്കുന്നുണ്ടോ, എങ്ങനെ ഞാനത് ശരിയാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നില്ല. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം സൂര്യൻ 3-ാം ഭാവത്തിലേക്ക് മാറുന്നത് മറവ് സ്ഥാനമാണ്. അത് നിങ്ങൾക്ക് കുറച്ച് അലസത കൊണ്ടുവരുന്നുണ്ട്. ശനിയുടെ ദൃഷ്ടിയും അവിടെ വരുന്നതിനാൽ അലസത കൊണ്ടുവരുന്നുണ്ട്. ഈ സമയം അലസത നിങ്ങൾ കർമ്മരംഗത്ത് അല്ലെങ്കിൽ കുടുംബത്ത് കാണിക്കരുത്. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. ഓഫീസ് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ തലയിടാതിരിക്കുക. അത് നിങ്ങൾ കൃത്യമായി നോക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിന്റെ പകുതി വരെ ചെയ്യുന്ന പഠിപ്പിനനുസരിച്ച് എനിക്ക് മാർക്കുകൾ വരുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല മാർക്കുകൾ വന്നിട്ടുണ്ടാവാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടാവാം. പക്ഷെ നല്ല മാർക്കുകൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം 3-ാം ഭാവത്തിലേക്ക് ബുധൻ വരുന്നത് നിങ്ങൾക്ക് പിന്നെയും അലസത കൊണ്ടുവരും. അലസത വെടിയുക. നിങ്ങൾക്ക് കൃത്യമായി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഭാവിയിൽ അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. രാഹു 8-ാം ഭാവത്തിൽ മറഞ്ഞത് വളരെയധികം നല്ലതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. 9-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതും നിങ്ങൾക്ക് പോസിറ്റീവ് തന്നെയാണ്. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടുവരുള്ളൂ. കാലതാമസം വന്നേക്കാം ചില കാര്യങ്ങളിൽ, പക്ഷെ നല്ലത് മാത്രമേ വരുന്നുള്ളൂ. ശനി അവിടെ 9-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനിയുടെ ദൃഷ്ടി നിങ്ങൾക്ക് കുറച്ച് ദോഷ ഫലങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ ചൊവ്വ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ നിങ്ങളുടെ 3-ാം ഭാവത്തിലായിരുന്നു ഈ മാസത്തിന്റെ പകുതി വരെ. അപ്പോ നിങ്ങൾക്ക് കുറച്ച് ധൈര്യക്കുറവ്, കോൺഫിഡൻസ് കുറവ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടാവാം. പക്ഷെ ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം ചൊവ്വ നിങ്ങളുടെ 4-ാം ഭാവത്തിൽ മാറുന്നത് നിങ്ങൾക്ക് ശുഭകരമാണ്. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. അതുപോലെയുള്ള പുതിയ ഭവനങ്ങൾ, പുതിയ വീട്, വാഹനം, ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ പണം ചെലവഴിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ വീട് ബോർഡ് പിടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. റിനോവേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പഴയ കാർ വാങ്ങി പുതിയത് വാങ്ങിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നല്ലത് മാത്രമേ വരികയുള്ളൂ. നിങ്ങൾക്ക്
മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകം കൂറ്, കർക്കിടകം ലഗ്നക്കാർക്ക് ഒരു 65 മുതൽ 75% വരെ പോസിറ്റീവ് തന്നെയാണ്. ശുക്രൻ നല്ലതാണ്. വ്യാഴം നിൽക്കുന്നത് കുറച്ച് ചെലവുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് ശുഭ ചെലവുകളായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. രാഹു 8ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അലസത വരാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ കുറച്ച് ആരോഗ്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് പോകാവുന്നതാണ്. ഭാവിയിലേക്ക് അത് നല്ലത് തന്നെയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിങ്ങക്കൂറ് അല്ലെങ്കിൽ ചിങ്ങ ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നോക്കാം. മകം, പൂരം എന്നീ നക്ഷത്രങ്ങളുടെ എല്ലാ പാദങ്ങളും ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ പാദവും അടങ്ങിയതാണ് ചിങ്ങക്കൂറ്. സെപ്റ്റംബർ മാസം ചിങ്ങക്കൂറുകാർക്ക് അല്ലെങ്കിൽ ചിങ്ങം ലഗ്നക്കാർക്ക് നല്ലതാണ് എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ 8ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നിങ്ങൾക്ക് ചലഞ്ചസ് തന്നെയാണ്. അഷ്ടമ ശനി കഷ്ടതകൾ കൊണ്ടുവരും എന്നാ പറയുക. അപ്പോ ഈ കഷ്ടതകൾ ഏതൊക്കെ വിഭാഗത്തിലായിരിക്കും വരുന്നത്? നിങ്ങളുടെ ആരോഗ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ കർമ്മരംഗത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കും. കർമ്മരംഗത്ത് നിങ്ങളുടെ ബോസ് നിങ്ങളെ അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നു, നിങ്ങളുടെ ടീംമേറ്റ്സ് നിങ്ങളെ വിശ്വസിക്കുന്നില്ല, ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാവും. ആരോഗ്യപരമായി മുട്ടുവേദന, അതുപോലെ തന്നെ നിങ്ങളുടെ ചൂട് കാരണമുള്ള പ്രശ്നങ്ങൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ്. വന്നു തുടങ്ങിയിട്ടുണ്ടാവും മാർച്ച് മുതൽ തന്നെ. കുടുംബത്തിൽ കുറച്ച് സ്വരച്ചേർച്ചകൾ ഭാര്യയുമായിട്ടും അല്ലെങ്കിൽ അച്ഛനമ്മയുമായിട്ടും ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഭാര്യയുടെ അച്ഛനും അമ്മയുമായിട്ടും, അതായത് മദർ-ഇൻ-ലോ ആയിട്ടും നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഈ മാസമുണ്ട്. ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നത്. നിങ്ങളുടെ രാശിനാഥനായ സൂര്യൻ നിങ്ങളുടെ സ്വന്തം രാശിയിൽ തന്നെ നിൽക്കുകയാണ് 1ാം ഭാവത്തിൽ ഈ മാസം പകുതി വരെ. ഇത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഭാവം ഉണ്ടാവും. പക്ഷേ ഓവർ കോൺഫിഡൻസ് ആവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ചൂട് മൂലമുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ ഒന്ന് നിയന്ത്രിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ കോപം വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ്. ഈ മാസത്തിന്റെ പകുതിയോടെ സൂര്യൻ ശനിയുടെ ദൃഷ്ടി വാങ്ങി 2ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് കഷ്ടതകൾ, ചലഞ്ചസ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 8ാം ഭാവത്തിൽ നിന്ന് 2ാം ഭാവത്തിലേക്ക് വീഴുന്നതിനാൽ കർമ്മരംഗത്തും അത് നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് കൊണ്ടുവരും. പക്ഷേ വളരെയധികം മോശമാണെന്ന് പറയാൻ സാധിക്കില്ല. വ്യാഴം നിങ്ങളുടെ 11ാം ഭാവത്തിൽ നിൽക്കുകയാണ്, ലാഭസ്ഥാനത്ത്. അത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് വളരെയധികം പണവരവും, അതേപോലെ തന്നെ കുടുംബത്തിൽ ചെറിയധികം കുറച്ച് നല്ലതും അതുമൂലം സംഭവിക്കാവുന്നതാണ്. ശുക്രൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 12ാം ഭാവത്തിൽ ഈ മാസത്തിന്റെ പകുതി വരെ മറഞ്ഞു നിൽക്കുകയാണ്. ഈ മാസം പകുതിക്ക് ശേഷം ശുക്രൻ നിങ്ങളുടെ 1ാം ഭാവമായ ചിങ്ങത്തിൽ തന്നെ വരുന്നത് വളരെയധികം നല്ലതാണ്. ചൊവ്വ 2ാം ഭാവത്തിൽ നിന്ന് ഈ മാസം പകുതിയോടെ 3ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് കുടുംബത്തിലുള്ള സ്വരച്ചേർച്ചകൾ അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറച്ച് കുറയുന്നതാണ്. നിങ്ങളുടെ കോപം ഒന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഈ മാസം പകുതി വരെ നിങ്ങൾ അത് കൃത്യമായി നോക്കേണ്ടതാണ്. 3ാം ഭാവത്തിലേക്ക് ചൊവ്വ പോകുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല, പക്ഷെ മോശമല്ല. അപ്പോ ചിങ്ങക്കൂറുകാർക്ക് അല്ലെങ്കിൽ ചിങ്ങം ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം ചലഞ്ചസ് ആണ്. ഒരു 60% ചലഞ്ചസ് വരാനുള്ള സാധ്യതകളുണ്ട്. അഷ്ടമ ശനിയും അതേപോലെ തന്നെ സൂര്യൻ 1ാം ഭാവത്തിലും ചൊവ്വ 3ാം ഭാവത്തിൽ മറയുന്നതെല്ലാം കുറച്ച് ചലഞ്ചസ് തന്നെയാണ്. വ്യാഴൻ 11ൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അത് ആനുകൂല്യം കൊണ്ടുവരുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും തലയിടാതെ ലൈലോ എന്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മോട്ടോ മാത്രം വെച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് സുഗമമായി മുന്നോട്ട് കടക്കാവുന്നതാണ്. ഭാവിയിലേക്ക് ഇത് നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഞാൻ എല്ലാ ഐശ്വര്യങ്ങളും നല്ലതും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കന്നിക്കൂറ് അല്ലെങ്കിൽ കന്നി ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാണ് നോക്കാം. ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങൾ, അത്തത്തിന്റെ എല്ലാ പാദങ്ങളും, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ.
ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ ഉള്ളത്. കന്നിയുടെ രാശിനാഥൻ ബുധനാണ്. ഈ മാസത്തിന്റെ പകുതി വരെ ബുധൻ നിങ്ങളുടെ 12ാം ഭാവമായ ചിങ്ങത്തിൽ നിൽക്കുകയാണ്. മാസം പകുതിക്ക് ശേഷം ബുധൻ സൂര്യന്റെ കൂടെ തന്നെ നിങ്ങളുടെ 1ാം ഭാവത്തിലേക്ക് വരികയാണ്. ഈ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ നന്മ വരുമെങ്കിലും മറഞ്ഞ സാരമായതിനാൽ അത്ര അധികം നല്ലത് ചെയ്യണമെന്നില്ല. ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം നിങ്ങളുടെ സ്വക്ഷേത്രത്തിൽ വരുന്നത് കുറച്ച് ആനുകൂല്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. പക്ഷേ ശനി നിങ്ങളുടെ 7ാം ഭാവത്തിൽ നിന്ന് സമസപ്തമമായി നിങ്ങളുടെ രാശിയെ തന്നെ നോക്കുന്നത് ചലഞ്ചസ് കൊണ്ടുവരാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ സമയം വിദേശത്ത് നിന്ന് ഉള്ള ആനുകൂല്യങ്ങൾ, പഠിപ്പിനായാലും അതേപോലെ തന്നെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനായാലും വിദേശത്ത് പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ മാസത്തിന്റെ പകുതി വരെ. പകുതിക്ക് ശേഷവും നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം നല്ലതായിരിക്കും. പഠിച്ച വിഷയങ്ങൾ വളരെയധികം ഫലപ്രദമായി പരീക്ഷകളിൽ എഴുതാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കർമ്മരംഗത്ത് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സമയമായിരിക്കും ഈ മാസത്തിന്റെ പകുതി വരെ. പകുതിക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ബോസിൽ നിന്നുള്ള ആനുകൂല്യം കുറഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ നിന്നുള്ള സഹകരണം കുറച്ച് കുറയാനുള്ള സാധ്യതകളുണ്ട്. അത് ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുന്നതിനാലാണ്. പക്ഷേ ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷമുള്ള സമയം നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ തന്നെയാണ് കർമ്മരംഗത്ത്. വ്യാഴൻ മിഥുനം രാശിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് വരുന്നത്. അത് കർമ്മരംഗത്ത് നിങ്ങൾക്കുള്ള ചലഞ്ചസ് കുറച്ച് ഈസ് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. നിങ്ങൾക്ക് അധികം ബോസിൽ നിന്നോ ടീമിൽ നിന്നോ സഹകരണം ഇല്ല എങ്കിലും മാനേജ്മെന്റിന് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കും നിങ്ങളെ വെച്ച് മുന്നോട്ട് പോകാനായിട്ട്. അത് നിങ്ങൾക്ക് ആനുകൂല്യം കൊണ്ടുവരാവുന്നതാണ്. ചെറിയ രീതിയിലുള്ള ഒരു ഇൻക്രിമെന്റോ ബോണസോ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയത്ത് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ശുക്രൻ നിങ്ങളുടെ 11ാം ഭാവത്തിൽ ഈ മാസത്തിന്റെ പകുതി വരെയുണ്ട്. അത് നിങ്ങൾക്ക് ലാഭസ്ഥാനമാണ്. അതിനുശേഷം ശുക്രൻ 12ാം ഭാവത്തിലേക്ക് വരികയാണ്. അതിൽ നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വ നിങ്ങളുടെ രാശിയിൽ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് കോപവും ഫ്രസ്ട്രേഷനും കൂടാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ കുറച്ച് കുറയ്ക്കണം. മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോപം കുറയാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഈ മാസം പകുതിക്ക് ശേഷം ചൊവ്വ നിങ്ങളുടെ 2ാം ഭാവത്തിൽ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണെങ്കിൽ കുടുംബത്തിലുള്ള നിങ്ങളുടെ കോപം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുടെ കൂടെയുള്ള സ്വരച്ചേർച്ചകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടതാണ്. വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. വാക്ക് തർക്കങ്ങൾ വരാവുന്നതാണ്. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഈ സമയത്ത്. എസ്പെഷ്യലി നിങ്ങളുടെ 6ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കുറച്ച് ആരോഗ്യത്തിന് പ്രശ്നമാണ്. അതേ പക്ഷേ നിങ്ങളുടെ ശത്രുക്ഷയം ഉണ്ടാവുന്നതാണ്. മൊത്തത്തിൽ കന്നി കൂറ് അല്ലെങ്കിൽ കന്നി ലഗ്നക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. നിങ്ങളുടെ ബുധൻ നിങ്ങളുടെ 12ാം ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ ഭാവത്തിലേക്ക് വരുന്നത് കുറച്ച് നല്ലതാണെങ്കിലും വ്യാഴനും ശുക്രനും ഈ മാസത്തിന്റെ പകുതി വരെ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. വ്യാഴൻ മൊത്തമായിട്ട് അനുകൂലമാണ്. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ കൊണ്ടുവരികയുള്ളൂ. ശനി സപ്തമത്തിൽ നിൽക്കുന്നതും സമസപ്തമമായി നിങ്ങളുടെ രാശിയിൽ തന്നെ നോക്കുന്നതും നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ചലഞ്ചസ് എവിടെയാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരും. ഭാവിയിൽ ഇത് നിങ്ങൾക്ക് കൃത്യമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തുലാക്കൂറ് അല്ലെങ്കിൽ തുലാ ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. ചിത്തിരയുടെ 3-4 പാദങ്ങൾ, ചോതിയുടെ എല്ലാ പാദങ്ങളും, അതേപോലെ തന്നെ വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങളാണ് തുലാക്കൂറിൽ ഉള്ളത്. തുലാരാശിയുടെ രാശിനാഥൻ ശുക്രനാണ്. അതേപോലെ തന്നെ തുലാത്തിലാണ് ശനി ഉച്ചനാകുന്നത്.
രാശിനാഥനായ ശുക്രൻ നിങ്ങളുടെ 10ാം ഭാവത്തിൽ നിൽക്കുകയാണ്. വേറെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ കർമ്മരംഗം അതേതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലി സ്ഥലമാവാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിദ്യാലയങ്ങളാകാം, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കുടുംബിനികളാണെങ്കിൽ നിങ്ങളുടെ കുടുംബമാവാം, അത് നിങ്ങളുടെ കർമ്മസ്ഥലം വളരെയധികം അനുകൂലമാണ് ഈ മാസം നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ധനലാഭവും പണവരവും ഉണ്ടാവുന്നതാണ്. വ്യാഴം നിങ്ങളുടെ 9ാം ഭാവത്തിൽ നിൽക്കുകയാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. 9ൽ ഗുരു എന്നുള്ളത് വേറെ ഒരു നല്ല കാര്യം നടക്കാനില്ല. പണവരവും, കുടുംബത്തിൽ സന്തോഷവും, കുടുംബത്തിൽ നല്ല കർമ്മങ്ങളും, അതേപോലെ തന്നെ കുട്ടികൾ നിങ്ങളെ അനുസരിക്കാനും, കുട്ടികൾ നിങ്ങളുടെ നല്ല ചിന്തകൾ കൊണ്ടുവരാനും, കുടുംബത്തിൽ ഒരു കല്യാണമോ കുട്ടികളുടെ ജനനമോ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇതൊക്കെ ഈ സമയം വ്യാഴൻ അനുകൂലമായി നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് വരുന്നതാണ്. 11ാം ഭാവമായ കർക്കിടകത്തിൽ ശുക്രൻ ഈ മാസം പകുതിയോടെ മാറുന്നതാണ്. നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻ, അതും നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ലാഭസ്ഥാനത്തിലേക്കാണ് ശുക്രൻ മാറുന്നത്, കർമ്മസ്ഥാനത്തു നിന്ന്. അത് നിങ്ങൾക്ക് പണവരവ് കൂടുതലായി കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ 11ാം ഭാവമായ ചിങ്ങത്തിൽ ഇപ്പോൾ സൂര്യൻ ബുധനോട് കൂടി ചേർന്ന് കേതു ഉള്ള സ്ഥലത്ത് നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് നല്ലതാണ്. കേതു കുറച്ച് ഓവർ തിങ്കിങ് കൊണ്ടുവരുമെങ്കിലും നിങ്ങളുടെ പണത്തെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് കൂടുതലായിരിക്കാം. അത് നിങ്ങൾക്കുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്കായാലും കർമ്മരംഗത്തായാലും നിങ്ങൾക്ക് അത് നല്ലത് തന്നെയാണ്. ഈ മാസം പകുതിയോടെ സൂര്യനും ബുധനും നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് പോകുന്നത് അത്ര നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല. അത് മാത്രമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമല്ലാതെ വരുന്നത്. വിദ്യാർത്ഥികൾക്ക് പക്ഷെ ഈ സമയം വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ ശ്രമിക്കാവുന്നതാണ്. വിദേശത്ത് പോയി പഠിക്കാനോ, വിദേശത്ത് നിന്ന് ഒരു കോഴ്സ് ചെയ്യാനോ, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാനോ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ സമയം സാധ്യമാണ്. അത് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അത് പക്ഷെ ഈ മാസം പകുതിക്ക് ശേഷം നിങ്ങൾക്ക് അലസത വരാം. നിങ്ങളുടെ കർമ്മസ്ഥലത്തായാലും നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് അലസത വരാവുന്നതാണ്. അത് കുറയ്ക്കുക. ശനി നിങ്ങളുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. കുറച്ച് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ തല പൊക്കില്ല. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. രാഹു 5ൽ നിൽക്കുന്നതും നിങ്ങൾക്ക് ഗുണകരം തന്നെയാണ്. മൊത്തത്തിൽ തുലാം കൂറുകാർക്ക് അല്ലെങ്കിൽ ലഗ്നക്കാർക്ക് ഈ മാസം വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് ഒരു 80% അല്ലെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ ആനുകൂല്യങ്ങളുണ്ട്. ഈ മാസം പകുതിക്ക് ശേഷം സൂര്യനും ബുധനും നിങ്ങളുടെ 12ാം ഭാവത്തിൽ മറയുന്നത് മാത്രമാണ് കുറച്ച് പ്രശ്നം. ബാക്കിയെല്ലാം ആനുകൂല്യം തന്നെയാണ്. ഈ മാസം കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുക. എല്ലാ നന്മകളും വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൃശ്ചിക കൂറ് അല്ലെങ്കിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. വിശാഖത്തിന്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട, ഇവയുടെ എല്ലാ പാദങ്ങളും അടങ്ങിയതാണ് വൃശ്ചിക കൂറ്. കഴിഞ്ഞ മാസം ഞാൻ ഫലം പറഞ്ഞപ്പോൾ വൃശ്ചിക കൂറുകാർക്ക് വളരെയധികം ചലഞ്ചസ് ആണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ മാസം അതിന് കൃത്യമായ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെയധികം മാറ്റം ഉണ്ടാവില്ല എന്നായിരിക്കും ഒരു വേർഡിലുള്ള ഉത്തരം. 8ാം ഭാവത്തിൽ വ്യാഴൻ മറഞ്ഞു നിൽക്കുകയാണ്. ആയുസ്സിന് ഇത് നല്ലതാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആനുകൂല്യം വളരെയധികം കുറയുന്നതാണ്. വ്യാഴൻ ഒരു ശുഭഗ്രഹമായതിനാൽ പ്രതികൂലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വ്യാഴനിൽ നിന്നുള്ള ആനുകൂല്യം വളരെയധികം കുറഞ്ഞിരിക്കും. നിങ്ങളുടെ രാശിനാഥനായ ചൊവ്വ നിങ്ങളുടെ 11ാം ഭാവത്തിലായിരിക്കും. ശനിയുടെ ദൃഷ്ടി വാങ്ങി 11ാം ഭാവമായ കന്നിയിലായിരിക്കും. അതിനുശേഷം ഈ മാസം പകുതിയോടെ ചൊവ്വ നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് കൂടും. അപ്പോ ഈ 11ാം ഭാവത്തിൽ നിങ്ങളുടെ രാശിനാഥൻ നിൽക്കുന്നത് കുറച്ച് നല്ലതാണെങ്കിലും ശനിയുടെ ദൃഷ്ടി അവിടെ വീഴുന്നതിനാൽ ചലഞ്ചസ് തന്നെയാണ്. അത് ഈ മാസം പകുതിയോടെ 12ാം ഭാവത്തിൽ ചൊവ്വ മറയുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയാനും അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം കുറച്ച് ക്ഷയിക്കാനും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്.
ഒരേ ഒരു സേവിങ് ഗ്രേസ്, അതായത് ഒരേ ഒരു നല്ല കാര്യം, നിങ്ങളുടെ ശുക്രൻ 9ാം ഭാവത്തിൽ ഈ മാസം പകുതി വരെയും അതിനുശേഷം നിങ്ങളുടെ കർമ്മരംഗമായ 11ാം ഭാവത്തിലേക്കും 10ാം ഭാവത്തിലേക്കും വരുന്നതാണ്. പക്ഷേ 10ാം ഭാവത്തിൽ വരുമ്പോൾ അവിടെ കേതു അവിടെ തന്നെയാണ് ചിങ്ങം രാശിയിൽ നിൽക്കുന്നത്. അത് കാരണം നിങ്ങളുടെ കർമ്മരംഗത്തിനെ ആലോചിച്ചുള്ള ചിന്തകൾ കൂടുന്നതാണ്, ഓവർ തിങ്കിങ് വരുന്നതാണ്. എന്റെ ബോസ് എനിക്ക് നല്ലത് മാത്രമാണോ ചിന്തിക്കുന്നത്, എനിക്ക് ആനുകൂല്യങ്ങൾ വരുന്നില്ലേ, എന്റെ ടീം എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലേ, എനിക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അസൈൻമെന്റ്സ് കിട്ടാൻ സാധ്യതയുണ്ടോ, ഇതുപോലുള്ള ചിന്തകൾ നിങ്ങൾക്ക് കൂടാവുന്നതാണ്. ഈ സമയം ജോലി മാറ്റത്തിനോ വേറെ ഒരു എന്തെങ്കിലും ശ്രമത്തിനോ അത്രയധികം നല്ലതല്ല. അത് നിങ്ങൾ കൃത്യമായി മനസ്സിൽ വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് ബുധൻ, അതായത് വിദ്യാർത്ഥികൾക്ക് നോക്കുമ്പോൾ ബുധൻ ആണ് നോക്കേണ്ടത്. ബുധനും ഈ മാസം പകുതി വരെ നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്. അതിനുശേഷം നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് ബുധൻ വരുന്നതാണ്. വളരെയധികം നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും മോശമായ സമയമല്ല വിദ്യാർത്ഥികൾക്ക്. നിങ്ങൾക്ക് എഫേർട്സ് കൂടുതൽ ഇടേണ്ടി വരും. ഒരു 120% എഫേർട്സ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 90 മുതൽ 100% അതിന്റെ ഫലം കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിത്തത്തിനെ അപേക്ഷിച്ച് ഉള്ള ചിന്തകൾ കൂടുതലായിരിക്കും. പക്ഷേ ഈ മാസം പകുതിയോടെ നിങ്ങൾക്ക് അലസതയും കൂടുതലാവാനുള്ള സാധ്യതകളുണ്ട്. അലസരാവാതിരിക്കുക. നിങ്ങളുടെ കർമ്മരംഗത്തായാലും വിദ്യാർത്ഥികളാണെങ്കിലും അലസരാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് അലസരായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണ്. അത് കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. ശനി നിങ്ങളുടെ 5ാം ഭാവത്തിലാണ്. അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതല്ല, പക്ഷെ കുഴപ്പമില്ല, ഇത്രയേ പറയാൻ സാധിക്കുകയുള്ളൂ. 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കുടുംബത്തിൽ നിന്നും പിരിച്ചിരിക്കുകയോ അതേസമയം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയോ നിങ്ങളുടെ പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങിക്കാനുള്ള ചിന്തകൾ തുടങ്ങാനുള്ള സമയമോ ആണ് കുറിക്കുന്നത്. കഴിഞ്ഞ മാസം പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിൽ വൃശ്ചിക കൂറുകാർക്ക് അല്ലെങ്കിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം ഒരു 60 മുതൽ 70% വരെ ചലഞ്ചസ് തന്നെയാണ്. വ്യാഴൻ 8ൽ മറഞ്ഞതും നിങ്ങളുടെ സ്വന്തം രാശിനാഥനായ ചൊവ്വ 12ൽ ഈ മാസം പകുതിയോടെ മറയുന്നതും ഈ മാസം പകുതി വരെ ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുന്നതും നിങ്ങൾക്ക് ചലഞ്ചസ് തന്നെയാണ്. കുറച്ച് നല്ലത് വരുന്നത് ശുക്രൻ നിങ്ങളുടെ 10ാം ഭാവത്തിലും 11ാം ഭാവത്തിലും നിൽക്കുന്നതാണ്. രാഹു നിങ്ങൾക്ക് കുറച്ച് അനുകൂലം കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു 20% മുതൽ 30% വരെ പ്രതീക്ഷിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ സമയം നിങ്ങൾ ലൈലോ കൂടുതൽ പ്രശ്നങ്ങളിൽ തലയിടരുത്. കർമ്മരംഗത്ത് അലസരാവരുത്. വിദ്യാർത്ഥികൾ കുറച്ചുകൂടെ പരിശ്രമിക്കേണ്ടതാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മാസം സുഗമമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. രാശിയുടെ മാറ്റങ്ങൾ, അതായത് ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ് വരുന്ന മാസങ്ങളിൽ. അത് നിങ്ങൾ കൃത്യമായി മനസ്സിൽ വയ്ക്കുക. ഈ മാസം ലൈ ലോ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ധനുക്കൂറ് അല്ലെങ്കിൽ ധനു ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാണെന്ന് നോക്കാം. മൂലം എല്ലാ പാദങ്ങളും, പൂരാടം എല്ലാ പാദങ്ങളും, ഉത്രാടം ആദ്യ പാദം 1ാം പാദം, ഈ 3 നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ ഉള്ളത്. ധനുക്കൂറിന്റെ രാശിനാഥൻ വ്യാഴനാണ്. വ്യാഴൻ നിങ്ങളുടെ 7ാം സ്ഥാനത്തിൽ നിൽക്കുകയാണ്, മിഥുനരാശി. ഇത് നിങ്ങൾക്ക് ആനുകൂല്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി, ഭാര്യ, ഭർത്താവ് അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് തീരും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ലതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കല്യാണം നോക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ കല്യാണം ഒത്തുകൂടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നല്ല ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് ലഭിക്കാവുന്ന സമയമാണ് ഈ സമയം. നിങ്ങളുടെ ശനി 4ാം ഭാവത്തിലാണ്, അർദ്ധാഷ്ടമ ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമം എന്ന് പറഞ്ഞാൽ 8, അർദ്ധമായ അഷ്ടമം എന്ന് പറഞ്ഞാൽ 4. ഈ സമയം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം, അതേപോലെ തന്നെ ചൂട് മൂലമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ ഈ
ഈ മാസത്തിന്റെ പകുതി വരെ നിങ്ങളുടെ 8ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. പകുതിക്ക് ശേഷം നിങ്ങളുടെ 9ാം ഭാവമായ ചിങ്ങത്തിലേക്ക് വരും. അത് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. 9ാം ഭാവം ഭാഗ്യസ്ഥാനത്തിലേക്ക് ലാഭാധിപതി വരികയാണ്. അത് നിങ്ങൾക്ക് ലാഭം മാത്രമേ കൊണ്ടുവരൂ. പക്ഷെ അവിടെ കേതു നിൽക്കുന്നുണ്ട്. അത് കാരണം ലാഭത്തിനെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ കൂടുതലായിരിക്കും. ഓവർ തിങ്കിങ് വരാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കർമാധിപതി ഈ മാസത്തിന്റെ പകുതി വരെ നിങ്ങളുടെ 9ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കന്നിയിലേക്ക് മാറുകയാണ്. 10ാം ഭാവത്തിലേക്ക് നിങ്ങൾക്ക് മാറുകയാണ്. അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം സൂര്യൻ കേതുവിന്റെ കൂടെയാണ് ആയിരുന്നു നിന്നത്. കേതുവും സൂര്യനും അറിയുന്നത് പോലെ വളരെയധികം വൈരികളാണ്. അതേപോലെ തന്നെ കേതു നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് കൂടുതൽ ചിന്തകൾ കൊണ്ടുവരുന്നതാണ്. സൂര്യൻ കന്നിയിലേക്ക് മാറുമ്പോൾ ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുകയാണ്. അത് കാരണം കുറച്ച് അലസത നിങ്ങൾക്ക് വരാവുന്നതാണ്. ചിന്തകൾ കണ്ടിന്യൂ ചെയ്യും. ഓവർ തിങ്കിങ് കണ്ടിന്യൂ ചെയ്താലും അലസത കൂട്ടാനുള്ള സാധ്യത ഉണ്ട്. അലസത കുറയ്ക്കാൻ കൃത്യമായി ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ ഈ സമയത്ത്, എസ്പെഷ്യലി കർമ്മരംഗത്ത്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെയാണ്. കുറച്ച് ചിന്തകൾ കൂടുതലായിരിക്കും. ചിന്ത കൂടുതൽ നിങ്ങൾക്ക് ഞാൻ പഠിക്കുന്നത് ശരിയാണോ, എനിക്ക് കൃത്യമായി മാർക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്ത വന്നാലും ഈ മാസത്തിന് ശേഷം നിങ്ങൾക്ക് അലസത കൂടും. അത് നിങ്ങൾ കൃത്യമായിട്ട് കുറയ്ക്കാനുള്ളത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ 10ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഈ മാസം പകുതി വരെ 11ാം ഭാവത്തിലേക്ക് വരികയാണ്. അത് 11ാം ഭാവത്തിൽ വരുന്നത് നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് ലാഭം കൊണ്ടുവരുന്നത് നിങ്ങളുടെ വീടുമായിട്ടോ അല്ലെങ്കിൽ വാഹനമായിട്ടോ ലാഭം വരാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ധനുക്കൂറുകാർ മൊത്തത്തിൽ ധനു ലഗ്നക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അർദ്ധാഷ്ടമ ശനിയാണ്. അത് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. സമസപ്തമമായി നിങ്ങൾക്ക് വ്യാഴം നിൽക്കുന്നത് കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവാണ്. മൊത്തത്തിൽ ഒരു 50 മുതൽ 60% വരെ പോസിറ്റീവ് ആയാലും കുറച്ച് ചലഞ്ചസ് ഉണ്ട്. കർമ്മരംഗത്ത് ചലഞ്ചസ് ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ചലഞ്ചസ് ഉണ്ട്. അലസത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മകരക്കൂറ് അല്ലെങ്കിൽ മകരം ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നോക്കാം. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം എല്ലാ പാദങ്ങളും, അവിട്ടത്തിന്റെ 1, 2 പാദങ്ങൾ, ഈ 3 നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മകരം കൂറ്. മകരം രാശിയുടെ രാശിനാഥൻ ശനിയാണ്. ശനി നിങ്ങളുടെ 3ാം ഭാവമായ മീനത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് നല്ലതാണ്. ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നത്, നിങ്ങളുടെ ധൈര്യവീര്യ സ്ഥാനമായ 3ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ഈ സമയം വക്രമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ചലഞ്ചസ് കുറച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുന്നുള്ളൂ. രാശിനാഥൻ നിങ്ങൾക്ക് കോൺഫിഡൻസും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആനുകൂല്യവും ഈ മാസം കൊണ്ടു തരുന്നതാണ്. വ്യാഴൻ നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. 6ാം ഭാവമായ ഋതു രോഗസ്ഥാനത്ത് വ്യാഴൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന രോഗങ്ങൾ കുറയാനുള്ള സാധ്യതകൾ, അതുപോലെ കൃത്യമായ വൈദ്യസഹായം നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായിരുന്നു, അതിനനുസരിച്ചുള്ള വൈദ്യസഹായം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരുന്നു, അതിനുള്ള കൃത്യമായ സ്പെഷ്യലിസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ശത്രുക്കൾ ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂല്യമായിട്ട് നിൽക്കുന്നതാണ്. അവർ നിങ്ങൾക്ക് ദോഷം ഈ സമയത്ത് വിചാരിക്കില്ല. അത് നിങ്ങൾക്ക് നല്ലതാണ്. ശുക്രൻ 7ാം ഭാവത്തിലാണ് ഈ മാസത്തിന്റെ പകുതി വരെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള ബന്ധം വളരെയധികം നല്ലതായിരിക്കും ഈ മാസത്തിന്റെ പകുതി വരെ. പകുതിക്ക് ശേഷം ശുക്രൻ 8ാം ഭാവത്തിലേക്ക് മറയുകയാണ്. അത് കാരണം ചില സ്വരച്ചേർച്ചകൾ, ചെറിയ രീതിയിലുള്ള സ്വരച്ചേർച്ചകൾ വരാവുന്നതാണ്. പക്ഷേ വലിയ പ്രശ്നങ്ങൾ അവിടെയും വരുന്നില്ല. അതും നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. 8ാം ഭാവത്തിലാണ് നിങ്ങളുടെ സൂര്യനും ബുധനും ഈ മാസത്തിന്റെ പകുതി വരെ നിൽക്കുന്നത്. പകുതിക്ക് ശേഷം രണ്ടുപേരും 9ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. 8ാം ഭാവത്തിൽ സൂര്യനോ ബുധനോ നിൽക്കുന്നത്, അതും കേതുവിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് അനുകൂലമല്ല.
കൈവരുന്നതാണ്. എല്ലാം പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്നുള്ള ഒരു ചിന്ത വരാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ കൂടാവുന്നതാണ്. ഓവർ തിങ്കിങ് ആയിരിക്കും നിങ്ങൾ. ഉറക്കക്കുറവുണ്ടാകും. ഇത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാസത്തിന്റെ പകുതിക്ക് ശേഷം സൂര്യനും ബുധനും നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് മാറുന്നത് കുറച്ച് ആനുകൂല്യം കൊണ്ടുവരുന്നതാണ്. പക്ഷേ അവിടെ ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുന്നത് കുറച്ച് ചലഞ്ചസ് തന്നെയാണ്. അപ്പോ ഇതേ ഭാവത്തിൽ തന്നെയാണ് നിങ്ങളുടെ മാസത്തിന്റെ പകുതി വരെ ചൊവ്വ നിൽക്കുന്നത്. നിങ്ങളുടെ 9ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി വാങ്ങി അത് നിങ്ങൾക്ക് ഭാഗ്യം കുറയ്ക്കുന്നതാണ്. 10ാം ഭാവത്തിലേക്ക് ഈ മാസം പകുതിയോടെ ചൊവ്വ പോകുന്നത് നിങ്ങൾക്ക് ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ്, അതായത് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തീർക്കാം എന്നുള്ള ഒരു ചിന്താഗതി കർമ്മരംഗത്ത് വരാവുന്നതാണ്. പക്ഷേ സൂര്യൻ ശനിയുടെ ദൃഷ്ടി വാങ്ങി നിൽക്കുന്നതിനാൽ അലസത കൂടാം. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാവാം. നിങ്ങളുടെ മറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിൽ മകരം രാശി അല്ലെങ്കിൽ മകരക്കൂറ് ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമാണ്. നിങ്ങളുടെ രാശ്യാധിപതി 3-ൽ നിൽക്കുന്നതും ഗുരു അല്ലെങ്കിൽ വ്യാഴൻ 6-ലും ശുക്രൻ നല്ല പൊസിഷനിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ആനുകൂല്യമാണെങ്കിലും കർമ്മരംഗത്തും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അത്ര നല്ല ഒരു മാസമാണെന്ന് പറയാൻ സാധിക്കില്ല. അലസത കുറയ്ക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ശത്രുക്കളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഭാവിയിലേക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉയർന്നു വരാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഞാൻ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുംഭം കൂറ് അല്ലെങ്കിൽ കുംഭ ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നോക്കാം. അവിട്ടം 3-4 പാദങ്ങൾ, ചതയം എല്ലാ പാദങ്ങളും, ഊരൂരുട്ടാതി 1, 2, 3 പാദങ്ങൾ, ഇവയാണ് കുംഭക്കൂറിനുള്ളത്. നിങ്ങളുടെ രാശിനാഥനായ ശനി നിങ്ങളുടെ 2ാം ഭാവത്തിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു 5-5.5 വർഷമായിട്ട് നിങ്ങൾക്ക് 7ര ശനിയായിരുന്നു. അതിൻ്റെതായ ചലഞ്ചസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. രാശിനാഥനാണെങ്കിലും 7ര ശനി സമയത്ത് നിങ്ങൾക്ക് ചലഞ്ചസ് വന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായാലും കുടുംബപരമായാലും ഉദ്യോഗപരമായാലും ഈ ചലഞ്ചസ് എല്ലാവർക്കും കടന്നു പോകേണ്ടതാണ്. പക്ഷേ ഈ സമയം നിങ്ങൾക്ക് കുറച്ച് മെച്ചമായിരിക്കും എന്നാണ് കാണിക്കുന്നത്. 2ാം ഭാവത്തിൽ ശനി വരുന്നത് കുറച്ച് ചലഞ്ചസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് മുമ്പത്തേക്കാളും വളരെയധികം കുറഞ്ഞിരിക്കാം. നിങ്ങൾ ഇപ്പോൾ ഒരു 100 കിലോ ചുമന്നുകൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന് സങ്കല്പിക്കാം. ആ ചുമട് ഒരു 25 കിലോയായി കുറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണോ? നല്ലതല്ലേ? അതാണ് ശനി ഇവിടെ 2ാം ഭാവത്തിൽ വരുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം. ചെറിയ ചെറിയ ചലഞ്ചസ് ഉണ്ടാവാം കർമ്മരംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഗമമായി കാര്യങ്ങൾ നോക്കാം. വ്യാഴൻ 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. പൂർവ്വ പുണ്യ സ്ഥാനത്ത് പൂർണ്ണ ബലവാനായി വ്യാഴം നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് പിതൃക്കളിൽ നിന്നുള്ള ആരോഗ്യം, അതേപോലെ തന്നെ കുലദൈവത്തിൽ നിന്നുള്ള ആനുകൂല്യം നിങ്ങൾക്ക് പരിപൂർണമായിട്ടുണ്ട്. ഈ സമയത്ത് കുട്ടികളുടെ ജനനം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വേറെ മംഗളകർമ്മങ്ങൾ എന്നിവ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഗുരുവിന്റെ ദൃഷ്ടി അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടി 9, 11, 1 എന്നീ ഭാവങ്ങളിൽ വീഴുന്നത് നിങ്ങൾക്ക് ലാഭം, ഭാഗ്യം, അതേപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങൾക്ക് നല്ലത് കൊണ്ടു. ശുക്രൻ നിങ്ങളുടെ 6ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. ഈ മാസത്തിന്റെ പകുതി വരെ കുറച്ച് അസുഖങ്ങളെല്ലാം കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ലോൺ മേടിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ കടങ്ങൾ അടച്ചു തീർക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ മാസത്തിന്റെ പകുതിക്ക് ശേഷം ശുക്രൻ 7ാം ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടും അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുമായിട്ടുള്ള കാര്യങ്ങൾ നല്ലതിനാണ്. കല്യാണം വീട്ടിൽ നടക്കുന്നതിനും നടക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് ഈ സമയത്ത്. ഈ മാസത്തിന്റെ പകുതി വരെ സൂര്യനും ബുധനും 8ാം ഭാവത്തിൽ നിങ്ങളുടെ മറഞ്ഞു നിൽക്കുകയാണ് കേതുവിന്റെ കൂടെ ചേർന്നിട്ട്. അത് നിങ്ങളുടെ കർമ്മരംഗത്തായാലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തായാലും കുറച്ച് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ഈ മാസം പകുതിയോടെ കുറയുന്നതാണ്.
ചൊവ്വയും നിങ്ങൾക്ക് കുറച്ച് ആനുകൂല്യം ഈ മാസത്തിന് പകുതി ശേഷം കൊണ്ടുവരുന്നതാണ്. മൊത്തത്തിൽ കുംഭം കൂറുകാർക്ക് അല്ലെങ്കിൽ കുംഭം ലഗ്നക്കാർക്ക് 7ാം ശനിയുടെ ചലഞ്ചസ് തുടരുന്നതാണ്. പക്ഷേ കാഠിന്യം കുറയുന്നതാണ്. മംഗളകർമ്മങ്ങൾ നടത്താനുള്ള സമയമാണ്. വീട്ടിൽ കുട്ടികളുടെ ജനനം സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. വ്യാഴം നിങ്ങൾക്ക് പൂർണ്ണമായി അനുകൂലനായിട്ട് നിൽക്കുകയാണ്. ശുക്രനും അനുകൂലം തന്നെയാണ്. ഈ മാസം സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഒരു 40 മുതൽ 50% വരെ മാത്രമേ ചലഞ്ചസ് ഉള്ള, ബാക്കി ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ മാസം നിങ്ങൾ ആരോഗ്യവും അതേപോലെ തന്നെ കർമ്മരംഗത്തുള്ള ചില കഷ്ടതകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഗമമായി മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മീനം കൂറുകാർക്ക് അല്ലെങ്കിൽ മീന ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും നോക്കാം. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളുടെ എല്ലാ പാദങ്ങളും അടങ്ങിയതാണ് മീനം. മീനക്കൂറിൽ ജന്മത്തിൽ ശനിയാണ്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നിങ്ങൾക്ക് 7ാം ശനിയുടെ ആധിക്യമുണ്ട്. ആദ്യം 2.5 വർഷം നിങ്ങളുടെ 12ാം ഭാവമായ കുംഭത്തിലായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജന്മത്തിൽ തന്നെയാണ് ശനി നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയം തന്നെയാണ്. ആരോഗ്യം ക്ഷയിക്കാനുള്ള സാധ്യതകളുണ്ട്. കൃത്യമായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആനുവൽ ചെക്കപ്സും അതേപോലെ തന്നെ എക്സസൈസും ഫുഡ് ഇൻടേക്കും ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആരോഗ്യം നിങ്ങളുടെ വളരെയധികം ക്ഷയിക്കുന്നതാണ്. കർമ്മരംഗത്തും നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടാവാം. നിങ്ങളുടെ ബോസും നിങ്ങളുടെ ടീം മെമ്പേഴ്സും ഒക്കെ നിങ്ങൾക്ക് എതിരെ കാര്യങ്ങൾ നീക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ അനുവദിക്കരുത്. തർക്കങ്ങളിൽ ഇടപെടരുത്. നിങ്ങളുടെ കർമ്മരംഗത്ത് ഈ സമയത്ത് മാറ്റങ്ങൾ വന്നാൽ അത് ശുഭകരമായി വരില്ല. അത് നിങ്ങൾ കൃത്യമായി നോക്കേണ്ടതാണ്. ഉള്ള ജോലി നിങ്ങൾ രാജിവെക്കുകയോ കളയുകയോ ചെയ്യാതെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. കൂടുതൽ ചിന്തിക്കാതിരിക്കുക. ആ സ്ഥലം നിങ്ങൾ ചെയ്യേണ്ടതാണ്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും കുറച്ച് കുറവല്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ചർച്ചകൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. ഈ സമയം നിങ്ങളൊന്ന് കടിച്ച് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്റെ അഡ്വൈസ് നിങ്ങൾക്ക്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല. അലസത നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. അലസരാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ അലസത കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും. അത് കാരണം അലസത കുറയ്ക്കുക. 4ാം ഭാവത്തിൽ നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം നിൽക്കുകയാണ്. വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ശനി കൊണ്ടുവന്നാലും വ്യാഴൻ വളരെയധികം ആനുകൂല്യം നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അമ്മയുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. അതുപോലെ തന്നെ അമ്മയിൽ നിന്നും വീട്ടുകാരിൽ നിന്നുള്ള ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പുതിയ വീട്, വാഹനം എന്നിവ മേടിക്കാനും പഴയത് മാറ്റി പുതിയതാക്കാനുമുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഈ സമയം അടുത്ത ജൂൺ വരെയുള്ള സമയത്ത് പുതിയ വീട് വാങ്ങിക്കാനോ വാഹനം മേടിക്കാനോ ഉള്ള ആഗ്രഹമുള്ളവർ അത് പൂർത്തീകരിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ലോൺ ലഭിച്ച് അല്ലെങ്കിൽ കടം മേടിച്ച് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അത് നിങ്ങൾ ചെയ്യാവുന്നതാണ്. 5ാം ഭാവത്തിൽ ഈ മാസത്തിന്റെ പകുതി വരെ ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ പൂർവ്വപുണ്യത്തിൽ നിന്നും പിതൃക്കളിൽ നിന്നും ആനുകൂല്യം കൊണ്ടുവരും. നിങ്ങളുടെ മക്കൾ സുഭിക്ഷമായിട്ട് സുഗമമായിട്ട് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ മാസം പകുതി വരെ. പകുതിക്ക് ശേഷം ശുക്രൻ നിങ്ങളുടെ 6ാം ഭാവത്തിൽ മറയുകയാണ്. ഋണുരോഗ സ്ഥാനമാണ്. അപ്പോ ആരോഗ്യം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ശനി നിങ്ങളുടെ ജന്മത്തിൽ നിലനിൽക്കുന്നത്, ശുക്രൻ 6ൽ മറയുന്നത് കുറച്ച് ലാഭം കുറച്ചു കൊണ്ടുവരാനും ആരോഗ്യം ശ്രദ്ധിക്കാനും ഉള്ള സമയമാണ് കാണിക്കുന്നത്. സൂര്യൻ ഈ മാസത്തിന്റെ പകുതി വരെ നിങ്ങളുടെ 6ാം ഭാവത്തിലായിരുന്നു. സൂര്യനും ബുധനും അവർ മാസത്തിന്റെ പകുതിയോടെ 7ാം ഭാവത്തിൽ വരികയാണ്. കർമ്മരംഗത്ത് ചലഞ്ചസ് തുടരും. വിദ്യാർത്ഥികൾക്ക് അലസത വരാവുന്നതാണ്. അലസത കാണിക്കരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഈ സമയം വിദേശത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്ത് പോയി പഠിക്കാനോ സ്കോളർഷിപ്പ് ലഭിക്കാനോ ഉള്ള ആനുകൂല്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക.
വീട്ടിൽ ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുമായിട്ടോ സ്വരച്ചേർച്ചകൾ കുറയ്ക്കാവുന്നതാണ്. അധികം നിങ്ങൾ വാക്ക് തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക. ചൊവ്വ നിങ്ങളുടെ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ മാസത്തിന്റെ പകുതിയോടെ ചൊവ്വ 8ാം ഭാവത്തിൽ മറയുന്നതാണ്. അത് വളരെയധികം ആനുകൂല്യമാണെന്ന് പറയാൻ സാധിക്കില്ല. മൊത്തത്തിൽ സെപ്റ്റംബർ മാസം മീനക്കൂറുകാർക്ക് അല്ലെങ്കിൽ ലഗ്നക്കാർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മാസം തന്നെയാണ്. 70-80% ചലഞ്ചിങ് തന്നെയാണ്. വ്യാഴൻ 4-ൽ നിൽക്കുന്നതും 5-ൽ ഈ മാസത്തിന്റെ പകുതി വരെ ശുക്രൻ നിൽക്കുന്നതും മാത്രമാണ് ഒരു ആനുകൂല്യം. 7.5 ശനി നിങ്ങളുടെ ജന്മത്തിൽ ശനി നിന്ന് നടത്തിപ്പോരുന്നത് നിങ്ങൾക്ക് ചലഞ്ചസ് തന്നെയാണ്. കർമ്മരംഗത്തായാലും കുടുംബരംഗത്തായാലും ലൈലോ ചെയ്ത് തർക്കങ്ങളിൽ ഇടപെടാതെ ഇത് എനിക്ക് മോശം സമയമാണ്, ഞാൻ ഇത് സുഗമമായി കടന്നു പോകുമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ പീരീഡ് മുന്നോട്ട് പോകാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.